അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറും സാധാ സീത അല്ല. കാരണം ഖുർആൻ നിങ്ങളെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കി. ആണുങ്ങൾക്ക് അവിടെ സൂറത്ത് ഖുർആനില് സൂറത്തുൽ റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടോ? ഇല്ല. സൂറത്തുൽ നിസാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. സൂറത്തുൽ നിസാ പെണ്ണുങ്ങൾക്ക് എന്നുള്ള ആയത്തുണ്ട്. സൂറത്തുൽ റിജാൽ ഇല്ല. ഒന്നും ആലോചിച്ച് നോക്കി. സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. സഫാ മർവയ്ക്കിടയിൽ ഓടേണ്ടത് ആരാ? ആ പച്ച ലൈറ്റ് കാണുമ്പം പുരുഷനാ ഓടേണ്ടത്, സ്ത്രീയല്ല ഓടേണ്ടത്. സ്ത്രീ ഓടണ്ട, നീ പതുക്കെ പയ്യപ്പോ. പുരുഷൻ ഓടണം ആ സമയത്തുമ്പോ. അള്ളാഹ് നമ്മളെ ഇട്ട് ഓടിച്ചിട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ വന്നപ്പോ നിങ്ങൾക്ക് എത്ര സ്ഥാനാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാ സ്വർഗം നബി തങ്ങൾ പറഞ്ഞു. ഉപ്പാന്റെ കാലിന്റെ കീഴിൽ നിന്നുണ്ടോ? അത് ചില ഉലമാക്കളും ചില മുഹദ്ദിസീങ്ങളും പറയുന്നുണ്ട് അത് മാതാപിതാക്കളെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. കാരണം ഉപ്പാക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. എന്നാലും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. കാരണം ഉമ്മാന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ടാണ് ഉമ്മ ആരാന്ന് ആദ്യം പഠിക്കണം. നമ്മൾ കാണുന്ന ഉമ്മ ഗർഭിണിയായി പ്രസവിച്ച് മുല കൊടുത്തിട്ട് കൊണ്ടുപോകും, അതെല്ലാം ഉമ്മ. ആ ഉമ്മ എന്നുള്ള സബ്ജക്ട് മാത്രം വെച്ചിട്ട് ഉമ്മ ആരെന്ന് ആദ്യം പഠിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഉമ്മുൻ എന്ന വാക്ക് വന്നത്? എന്നാലേ ഉമ്മന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഈ കുട്ടികള് ഈ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടാണ്. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. അല്ലാഹു ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഖുർആനിൽ ചർച്ച ചെയ്തിട്ട് വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ ഉപകാരം ചെയ്യണേ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹു റൂട്ട് മാറ്റുന്നു. കണ്ടോ? മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചൊരിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹ് പിന്നെ തുടങ്ങുന്നത് ഉമ്മാന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ഖബർ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. ആ ഖബറിൽ സന്തോഷം ഇറക്കണേ പടച്ചവനെ. അദാബുകൾ ഒഴിവാക്കണേ പടച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ നീ അല്ലിയൂനിൽ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. രണ്ടുപേരെ നമുക്ക് കിട്ടണം. ഈ ദുനിയാവിൽ കിട്ടുന്നത് പോലെ സ്വർഗത്തിലും കിട്ടും. അത് കിട്ടും എന്ന് ഖുർആൻ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നല്ലപോലെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ. അപ്പൊ ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ നിങ്ങൾ ഓതിക്കോളി. നിങ്ങളുടെ വിഷമം മുസീബത്തുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പ്രത്യേകം പറയുമ്പോൾ അവരുടെ അമലുകളെ കുറിച്ചല്ല, കുറച്ച് ചില നിയമങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മാറ്റി പറയുന്നത്. ബാക്കിയെല്ലാം തുല്യ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഈ ചോദ്യം ഈ ആണിനോടും പെണ്ണിനോടും ഉണ്ടാവും. നമ്മുടെ യുവത്വം എങ്ങനെ നമ്മൾ ചെലവാക്കി, ഇത് ചോദ്യം ആണിനോടുണ്ടാവും പെണ്ണിനോടുണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, തീർച്ചയായും നമ്മളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മളായിരിക്കും മറുപടി പറയേണ്ടത്. അതാ അല്ലാഹ് പറഞ്ഞത്, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. മരിച്ചുപോയാൽ മണ്ണോട് ചേർന്ന് ഭസ്മമായി പോകുമെന്ന് കരുതല്ലേ യുവാക്കളെ. മരണപ്പെട്ട് എത്രയോ പേരുടെ മയ്യത്തടക്കിയവരാണ് ഞങ്ങൾ. 10 വർഷമായാൽ ആ കബറൊന്ന് തുറന്നു നോക്കിയാൽ ആരുമില്ല. ആ കബറിന്റെ ഉള്ളിൽ ഭസ്മമാണ്, ധൂളികളാണ്, പൊടികളാണ്. ഒന്നുമില്ലാതെ ദ്രവിച്ചുപോയി, തുരുമ്പ് പിടിച്ചുപോയി, ചിതലരിച്ചുപോയി. ആ കബറിൽ മനുഷ്യനെ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഒരു പുനരുദ്ധാരണം, എങ്ങനെയാണ് ഒരു പുനർജന്മം സംഭവിക്കുക? അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഈ ദുനിയാവിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുവായിരുന്നു നിന്നെ. ഹുവല്ലദീ
യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ വൽ ഫുആദ കുല്ലു ലാ അൻഹു മസ്ഊലാ. കണ്ണ് ഉപയോഗിക്കല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കാത്. മണിക്കൂറുകളോളം വാട്സപ്പ്, ഒരു അരമണിക്കൂർ ഖുർആൻ നോക്കാൻ നിന്റെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാവും ഈ കണ്ണിനോട്. നമ്മളൊന്നും മിണ്ടണ്ട. സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ഈ ആയത്ത് കേട്ടോളി. എപ്പോഴും ഇനി യാസീൻ ഓതുമ്പോൾ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് സൂറത്ത് ഓതിയാൽ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കോ, ഏറ്റവും നല്ലതാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് കൈയും കാലം പിടിക്കാൻ ആരുമില്ല. നഫ്സി 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 നഫ്സി, ഞാനല്ലാതെ മറ്റാരുമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ബന്ധമാണ്. ഇവിടെ വെച്ച് നമുക്കൊരു ബന്ധമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധമുണ്ടോ ഇല്ലയോ? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ വാപ്പ നാളെ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ചെറുപ്പക്കാർ ഇത്രത്തോളം വഴിതട്ടി പോകാനുള്ള കാരണക്കാർ ആര്? നമ്മുടെ കീഴിലുള്ള, എന്റെ കസ്റ്റഡിയിലുള്ള എന്റെ മകനാണ്, എന്റെ മകളാണ്. ഞാൻ നിയന്ത്രിക്കും. എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കണമല്ലോ. അതല്ലേ വാപ്പ ഉമ്മ എന്ന് പറഞ്ഞ ഒരു സുപ്രീം പവറാണ്. അല്ലാതെ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വിടാനുള്ള ഒരു മിഷൻ അല്ല ഇത്. ഈ സാധനം, ഈ രണ്ടെണ്ണം, ഈ കുറെ മക്കളെ ഉണ്ടാക്കി വിടാന് ഈ ചപ്പാത്തിയും അരിപ്പത്തിരിയും ഒന്നും അല്ലല്ലോ ഈ സാധനം. ഈ മിഷീനകത്ത് ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ സാധനം അല്ലല്ലോ ഇത്. ഈ വാപ്പയും ഉമ്മയും നമ്മളെ ഉണ്ടാക്കിയത് കൊണ്ട് തീർച്ചയായും ഈ വാപ്പയുടെ പേര് വെച്ചിട്ടാണ് ഈ മോനെ വിളിക്കപ്പെടുക എന്നുള്ള ആക്രത്തില്. എല്ലാരും വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വാപ്പാക്കും ഉമ്മാക്കും മകനോട് ഉത്തരവാദിത്തമുണ്ട്. ഈ മക്കളോട് മാത്രം ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നും നമുക്ക് ചർച്ച വിടില്ല. വേറെ ഒരു ചർച്ച ഇവിടെ വേണ്ട. എന്തെങ്കിലും നമ്മൾ എതിരായിട്ട് പറഞ്ഞ ഉസ്താദ് ചോദിച്ചോട്ടെ, നമുക്ക് വിഷയമില്ലല്ലോ. ഇതാണ് എല്ലാത്തിനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ അല്ല നമ്മളെ മക്കളെ വളർത്തുന്നത്, നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. നമുക്ക് ഈ കുട്ടി സ്വർഗത്തിൽ വേണം. ഇത് ഇവിടെ എങ്ങനെയെങ്കിലും ഇവനെ പഠിപ്പിച്ച് MBA കാരനാക്കി എടുത്തിട്ട് കുറച്ച് പണം ഉണ്ടാക്കി തരാൻ മാത്രം പോരാ. ഈ വാപ്പ മരിച്ചാൽ ഈ മയ്യത്തിന്റെ അരികിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ, ഈ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ചെലവ് തന്ന വാപ്പ, എന്നെ പഠിപ്പിച്ച ഉപ്പ, ഈ ഉപ്പാന്റെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കാൻ, ആ ഉപ്പാന്റെ കബളിൽ ഒരുപിടി മണ്ണെടുത്ത് വെക്കാൻ, ആ ഉപ്പാക്ക് വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാൻ, ഒരു നിമിഷം പോലും കൈ ഉയർത്തുമ്പോൾ വാപ്പ വാപ്പ എന്റെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാതെ അവൻ ആ കൈ താഴ്ത്താൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ഒരു മകനെ, ഒരു മകളെ പ്രാപ്തനാക്കലാണ് മാതാപിതാക്കളുടെ ജോലി. അവരാണ് അവരെ പഠിപ്പിച്ചോളാം. അവരെ ഏറ്റവും വലിയ ഉസ്താദ് അവരാണ്. ആദ്യത്തെ മദ്രസ ഉമ്മാന്റെ മടിത്തട്ടാണ്. അതാണ് ആദ്യത്തെ മദ്രസ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യം ചോദിച്ചു, അധികമാക്കി തരണേ അല്ലാഹ്, അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. രണ്ട് കാര്യമേ ചോദിച്ചുള്ളൂ. മൂന്നാമതൊരു കാര്യം ചോദിച്ചാട്ട് എനിക്കറിയില്ല, അതീതിൽ ഞാൻ കണ്ടിട്ടില്ല. രണ്ട് കാര്യമാണ് അധികരിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന് ഇൽമ്, റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് അധികരിപ്പിച്ചത് അല്ലാഹ്, അറിവ്. രണ്ടാമത് നബി തങ്ങളെ അധികരിപ്പിച്ചു തരാൻ പറഞ്ഞത് പാല് കുടിക്കുമ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ ഈ പാലിൽ ബർക്കത്ത് നൽകണേ, ഇത് അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പാലും അറിവുമായി ബന്ധമുണ്ട്. ആദ്യം ഈ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ മുലപ്പാല് കൊടുക്കുമ്പോ ഈ കുട്ടിയെ തർബിയത്തോടു കൂടി കൊടുക്കണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഇത്ര വലിയ ഒരു മഹാനുഭാവനായി ഖുതുബുൽ അഖ്ദാബായി എന്ന് ലോകം അറിയപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മകന് ഒരു പ്രാവശ്യം പോലും ഞാൻ മുല കൊടുത്തിട്ടില്ല ഒളുവെടുക്കാതെ. എപ്പോഴും എന്റെ മകന് ഞാൻ മുല കൊടുത്തത് ഒളുവെടുത്തിട്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഒളുവെടുത്തിട്ടാന്ന് പാല് കൊടുത്ത ഇന്ന് മുതൽ ചിന്തിച്ചാൽ മതി. പുരയ്ക്ക് പോരുന്നത് ചിന്തിച്ചാൽ മതി. ഇനി ഒളുവെടുത്തിട്ട് നിസ്കരിക്കാൻ വരുമ്പോഴാണ് കുട്ടി കരയുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പോവാ, നിസ്കരിച്ചിട്ട് കൊടുക്കാം. നീ മക്കളെ ഒന്നാട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആരെയും ലേപ്പിക്കും, ആ കുട്ടിയെ ഒന്നാട്ടിക്കോ, ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. പാല് കൊടുക്കൂല, നിസ്കരിച്ച് ഒളു മുറിഞ്ഞിട്ടേ പിന്നെ കൊടുക്കുള്ളൂ. പോയി ആ സമയത്തും ഇല്ല. ഒളുവെടുത്തിട്ട് പാല് കൊടുക്കണം. ആ കുട്ടി നന്നായി വരണമെങ്കിൽ. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും TV കാണരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും അനാവശ്യം സംസാരിക്കരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും ഈ ടിക്ടോക്ക് കണ്ടിട്ട് അത് എല്ലാം പഠിക്കുന്നത് നമ്മളല്ല, നമ്മളായിരിക്കും ആസ്വദിക്കുന്നത്. ഇതല്ല ഇതിന്റെ ഉള്ളിൽ കേട്ടോണ്ടിരിക്കുകയാണ്.
ഈ ഉമ്മ ഏതിനോടാണോ താല്പര്യം കാണിക്കുന്നത് ആ താല്പര്യത്തോടെ ആയിരിക്കും ആ കുട്ടി പ്രസവിക്കുമ്പോൾ വളർന്നു വരുന്നത്. യാതൊരു സംശയമില്ല. 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ഉമ്മയാണോ, അൽഹംദുലില്ലാ, ആ കുട്ടി വളർന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആനുമായിട്ടായിരിക്കും.